لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 85-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബുറൂജ് അതേക്കുറിച്ചാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ സൂറത്തുൽ ഇൻഷിഖാഖ് 84-ാമത്തെ അധ്യായം നമ്മളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെച്ചതാണ്. അപ്പം അതിലുള്ള 21-ാമത്തെ ആയത്ത് ഫഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ, അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കപ്പെട്ടാൽ, ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നില്ല. നിഷേധികളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന അതിനിടയിൽ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ ആയത്ത് അതേപോലെ വിശുദ്ധ ഖുർആനിലെ മറ്റ് 14 ആയത്തുകൾ, വിശുദ്ധ ഖുർആൻ നമുക്കറിയാമല്ലോ 114 അധ്യായങ്ങളിലുള്ളതാണ്. 6000 ചില്ലാണം ആയത്തുകളുണ്ട്. എന്നാൽ 14 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യണം. തിലാവത്തിൻ്റെ സുജൂദ് എന്ന് അതിന് പറയാം. അതേക്കുറിച്ച് വിശദീകരിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. ഇത്തരത്തിൽ കുറേ സുജൂദുകൾ വേറെയുമുണ്ട്. നമസ്കാരത്തിൽ നിർവഹിക്കുന്ന സുജൂദിന് പുറമെ ശുക്രിൻ്റെ സുജൂദുണ്ട്. അങ്ങനെ കുറേ സുജൂദുകൾ പഠിപ്പിക്കുന്നുണ്ട്. സുജൂദ് ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവവും സമർപ്പിക്കുക എന്നാണ് അതിനർത്ഥം. മുഖം ഭൂമിയിൽ അമർത്തി നമ്മുടെ നിസ്സഹായത നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അള്ളാഹുവാണ് ശക്തൻ, അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ എന്ന ഉറച്ച വിശ്വാസത്തോടെ അവനെ പ്രണമിക്കുക, സാഷ്ടാംഗം ചെയ്യുക. അതാണ് സുജൂദ്. ആരാധനാകർമ്മങ്ങളിലെ ഏറ്റവും മൂർത്തമായ ഒരു ഘട്ടമാണ് സുജൂദ്. ആ സുജൂദിലുള്ള പ്രാർത്ഥനകളൊക്കെ, നിസ്കാരത്തിലെ സുജൂദിലെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അതിൻ്റെ സൂറത്തും ആയത്തും ഏതാണെന്നൊക്കെ ഞാൻ പിന്നീട് വേണമെങ്കിൽ പറഞ്ഞുതരാം. വിശുദ്ധ ഖുർആനിൽ ഒരു അടയാളം തന്നെ കാണാം. ഈ സൂറത്ത് എത്തുന്ന സമയത്ത് ഒരു മിനാരത്തിൻ്റെ ഒരു അടയാളം കാണാം. അപ്പോൾ സുജൂദ് ചെയ്യുന്ന ആ ആയത്തിൻ്റെ ആ വാക്കുകൾ വന്നാൽ അതിൻ്റെ മുകളിലൊരു വരയുണ്ടാവും. ആ ആയത്ത് പൂർത്തിയാക്കിയ ശേഷമേ സുജൂദ് ചെയ്യാവൂ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അലഖിൽ വസ്ജുദ് വഖ്തരിബ് എന്ന് പറയുന്നുണ്ടല്ലോ. വസ്ജുദ് വഖ്തരിബാണ്. അപ്പോൾ വസ്ജുദ് എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ വഖ്തരിബ് എന്ന് പറയും മുമ്പ് സുജൂദ് ചെയ്യണം എന്നല്ല പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ആ ആയത്ത് പൂർത്തിയാക്കുക, വസ്ജുദ് വഖ്തരിബ്, എന്നിട്ട് സുജൂദിലേക്ക് പോവുക. നമസ്കാരത്തിലായിരുന്നാലും ഇനി ഖുർആൻ നമ്മൾ ഇരുന്ന് പാരായണം ചെയ്യുന്ന ഘട്ടത്തിലായിരുന്നാലും. അതിൽ ഒന്നാണ് നമ്മൾ ഉണ്ട്, അതിനുണ്ട്, കുറേ ഉണ്ട്. ആറാഫ് മുതൽ കുറേ ഉണ്ട്. ഏറ്റവും വലിയ സൂറത്തായ ആലു ഇമ്രാൻ, സൂറത്തുൽ ബഖറയിലോ ആലു ഇമ്രാനിലോ ഒന്നും അതില്ല, അത്തരത്തിലൊരു ആയത്തില്ല. ഇങ്ങോട്ട് സൂറത്തുൽ ആറാഫ് മുതൽച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ആ സുജൂദ് നിർവഹിക്കുന്നത് നിർബന്ധമാണോ സുന്നത്താണോ? യഥാർത്ഥത്തിൽ നിർബന്ധം എന്ന രീതിയിൽ അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നിർബന്ധമാകുമ്പോൾ നമ്മൾ എന്തായിരുന്നാലും എല്ലാ ഘട്ടത്തിലും ആ സുജൂദ് നിർവഹിക്കേണ്ടി വരും. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 50-ാമത്തെ ആയത്ത് യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർക്കു മീതെയുള്ള അവരുടെ രക്ഷിതാവിനെ അവർ ഭയപ്പെടുകയും
അവർ കൽപ്പിക്കപ്പെടുന്നതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സൂറത്ത് നഹ്ലിലെ 50-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ഓതിക്കൊണ്ടായിരുന്നു ഒരു വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു. ഉടനെ തന്നെ ഈ ആയത്ത് ഓതിയ ശേഷം അദ്ദേഹം മിമ്പറിൽ നിന്ന് ഇറങ്ങി വരികയും സുജൂദ് ചെയ്യുകയും ചെയ്തു. അത് കണ്ടിരുന്ന സദസ്സിൽ, നമസ്കാരത്തിനായി ജുമാക്കായി പങ്കെടുത്ത സദസ്യരും അപ്പോൾ സുജൂദ് ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖുതുബയുടെ ഘട്ടമായിരുന്നാൽ പോലും സുജൂദ് ചെയ്യുന്നത് ഏറ്റവും പുണ്യകരമായൊരു കാര്യമാണ്. അത് പാരായണം ചെയ്തില്ല എങ്കിലും അത് നന്നായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കും സുജൂദ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ആരെങ്കിലും ഒരാൾ അസനാർക്ക ഓതുകയാണ്, നമ്മളത് ശ്രദ്ധിക്കും. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ മറ്റ് വർത്തമാനങ്ങളിലൊന്നും ഇടപെടരുത്. അത് ഖുർആനെ അനാദരിക്കുന്നതിന് തുല്യ. അത് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇരിക്കെ ആ ഒരായത്തെത്തുമ്പോൾ അസനാർക്ക് സുജൂദിലേക്ക് പോകുന്നു, നമുക്കും സുജൂദിലേക്ക് പോകാവുന്നതാണ്. അസനാർക്കായി പിന്തുടർന്ന് സുജൂദിൽ പോകുക എന്നല്ല അർത്ഥം. ഏത് രീതിയിലായിരുന്നാലും കേട്ട് കഴിഞ്ഞാൽ സുജൂദ് ചെയ്യൽ നല്ലതാണ്, നിർബന്ധം എന്ന രീതിയിലല്ലേ. എന്നാൽ ഇത് നിർബന്ധമാകുന്നൊരു ഘട്ടമുണ്ട്. അതാണെന്നറിയോ, നമസ്കാരത്തിൽ ഇമാമ് ഈ ഒരു ആയത്തിലേക്ക് പ്രവേശിക്കുകയും ഈ ആയത്ത് പൂർത്തിയാക്കുകയും ചെയ്തിട്ട് ഇമാമ് സുജൂദിലേക്ക് പോവുകയാണ്. അത് നിർബന്ധമല്ല. ഇമാമ് സുജൂദിലേക്ക് പോകുക എന്നുള്ള നിർബന്ധമല്ല, വലിയൊരു പുണ്യമാണ്. എന്നാൽ നിർബന്ധമില്ല. സുജൂദിലേക്ക്, തിലാവത്തിന്റെ സുജൂദിലേക്ക് പോവുക എന്നുള്ളത് നിർബന്ധമല്ല. പക്ഷെ അത് വലിയൊരു പുണ്യമായ കാര്യമാണ്. അപ്പോൾ ഇമാമിന് പോവലാണ് ഉത്തമം. എന്നാൽ ഒപ്പം നിസ്കരിക്കുന്ന മഅ്മൂമുകൾ ഉണ്ടാവുമല്ലോ, അവർക്കത് നിർബന്ധമാകുകയാണ്. കാരണം ഇമാം അത് നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട്. ഇമാമിനെ പിന്തുടരുക എന്നുള്ളത് മഅ്മൂമുകൾ എന്തായിരുന്നാലും അനുവർത്തിക്കേണ്ടുന്ന കാര്യമായതുകൊണ്ട് ഇമാം സുജൂദിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് മഅ്മൂമും സുജൂദിലേക്ക് പോവുക എന്നുള്ളത് നിർബന്ധമായി വരും. ഏതാണ്ട് ഒരു 3 രീതിയിൽ ഈ സുജൂദുണ്ട്. 3 രീതിയിൽ. ഒന്ന്, നമ്മൾ നമസ്കാരത്തിൽ നമസ്കാരം നിർവഹിക്കുന്ന വുളു എടുത്തിട്ടാണ്, ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ്, നമ്മൾ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ്, ഔറത്ത് മറച്ചുകൊണ്ടാണ്, ഒക്കെയുമാണ്. അപ്പോൾ അങ്ങനെ നിർവഹിക്കുമ്പോൾ നമസ്കാരത്തിൽ നിൽക്കുന്ന സമയത്താണല്ലോ ഖുർആൻ പാരായണം ചെയ്യുക. ആ നിൽക്കുന്ന സന്ദർഭത്തിൽ നേരെ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ സുജൂദിലേക്ക് പോവുക. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണം. അത് നമസ്കാരത്തിൻ്റെ രീതിയാണ്. നമസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്നുള്ളതിന് പഠിപ്പിക്കപ്പെട്ട രീതിയാണത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോവുക. എന്നിട്ട് അവിടെ വെച്ച് ദിക്റ് ചൊല്ലിയിട്ട് നമ്മൾ നേരെ ഖിയാം, എഴുന്നേറ്റ് നിൽക്കുക ചെയ്യേണ്ടത്. അപ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയണം നമസ്കാരത്തിലെ സുജൂദിൽ. എന്നാൽ നമസ്കാരം അല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സുജൂദ് നിർവഹിക്കേണ്ടതുണ്ട്. ആ ഖുർആൻ നമ്മളിങ്ങനെ ഇരുന്ന് ഓതുകയാണ്. എന്തായിരുന്നാലും ഇരുന്നിട്ടായിരിക്കല്ലോ ഓതി. ഒന്നിരിക്കൽ കസേരയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ നിലത്തിരുന്നിട്ട് ഒക്കെ ആയിരിക്കല്ലോ ഓതാൻ കൂടുതൽ സൗകര്യം. നിന്നുകൊണ്ടൊന്നും ആരും ഓതൂലാലോ. അങ്ങനെ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഈ കസേരയിൽ ഇരുന്ന് കൊണ്ടാണെങ്കിൽ മുസ്ഹഫ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഏതിൽ നോക്കിയിട്ടാണ് ഓതുന്നത്, ഒരു ഒതുക്കി നല്ല രീതിയിലൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇരുന്ന് സുജൂദിൽ പോവുക. എന്നിട്ട് തിരിച്ച് ഇരുന്ന് വീണ്ടും ഖുർആൻ പാരായണം തുടരുക. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഇവിടെ നമ്മൾ ഇരുന്ന് ഓതുമ്പോൾ ഖിബിലക്ക് അഭിമുഖമായി ഇരുന്ന് സുജൂദ് ചെയ്യുക എന്നുള്ളത് ഉത്തമമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു രീതി നമസ്കാരത്തിൽ നിർവഹിക്കുന്ന രീതിയാണ്. നിന്നുകൊണ്ട് ഓതിക്കൊണ്ടിരിക്കെ നമ്മൾ സുജൂദിലേക്ക് പോകുന്നു, തിരിച്ച് നേരെ സുജൂദിന്ന് ഖിയാമിലേക്ക് നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. അതൊരു രീതിയാണ്. ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഖിബിലയെ അഭിമുഖീകരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുക എന്നുള്ളത് ഉത്തമമായൊരു കാര്യമാണ്. അതുപോലെ വുളുവോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് പുണ്യകരമായൊരു കാര്യമാണ്. ഔറത്ത് മറച്ചിരിക്കുക, വൃത്തി ഉണ്ടാവുക എന്നുള്ളതുമൊക്കെ
പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ രീതിയിലായിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ്. അപ്പം അങ്ങനെ നമുക്ക് സുജൂദ് ചെയ്യാം. ഞാനിങ്ങനെ ഇരുന്നിട്ടാണ് ഓതുന്നതെങ്കിലും ആ സുജൂദ് ചെയ്യുമ്പോൾ എനിക്ക് ഖിബിലയിലേക്ക് ഇരുന്നു കൊണ്ട് സുജൂദ് ചെയ്യാവുന്നതാണ്. അതിന് ആ സുജൂദിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സുജൂദ് ചെയ്യാം. അപ്പം നിന്നിട്ട് സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. നിന്ന് കൈകെട്ടി അല്ലാഹു അക്ബർ പറഞ്ഞ് നേരെ സുജൂദിൽ പോവുക, തിരിച്ച് എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് നമ്മൾ വീണ്ടും ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇരിക്കുക, ഇരുന്നിട്ട് സുജൂദിലേക്ക് പോവുക. അവിടെ സുജൂദിലേക്ക് പോകുമ്പോഴോ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതില്ല, തക്ബീർ ചൊല്ലേണ്ടതില്ല, പിന്നെ സലാം വീട്ടേണ്ടതുമില്ല. ചില ആൾക്കാർ അങ്ങനെ കാണാം അല്ലേ, സുജൂദ് ചെയ്ത് വന്ന് സലാം വീട്ടിയിട്ടാണ് ബാക്കി ഓതുന്നത്. സലാം വീട്ടേണ്ടതും ഇല്ല. അപ്പോൾ ഇത് രണ്ടാമത്തെ രീതിയാണ്. ഒന്ന് നാം നമസ്കാരത്തിൽ നിർവഹിക്കേണ്ട രീതി പറഞ്ഞു. ഇത് രണ്ടാമത്തെ എന്താണ്, നമ്മൾ അതിനെ ആദരിച്ചുകൊണ്ട് പ്രത്യേകം ആദരിച്ചുകൊണ്ട് ഒതുവെടുത്ത് ഖുർആൻ പാരായണം ചെയ്യാൻ തന്നെ വന്ന് അങ്ങനെ തന്നെ ആ രീതിയിൽ ഖിബില അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതൊന്നുകൂടി പറയാണ്, തക്ബീർ എന്നൊരു വിഷയമില്ല, നേരെ സുജൂദിലേക്ക് പോവുക. സുജൂദിന് ചെല്ലേണ്ടതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ സുജൂദിന് എഴുന്നേറ്റ് വീണ്ടും ഖുർആൻ പാരായണം തുടരുക. ഇനി അവസാനിപ്പിക്കുകയാണെങ്കിൽ അവസാനിപ്പിച്ചിട്ടും പോകാം. ഇത് രണ്ടാമത്തെ രീതിയാണ്. മൂന്നാമത്തെ ഒരു രീതിയുണ്ട്, വുളു ഇല്ലാതെ ഖിബിലയെ അഭിമുഖീകരിക്കാതെ, ചിലപ്പോൾ നമ്മുടെ വസ്ത്രം പോലും ഈ പരിപൂർണമായും മറക്കാൻ കഴിയാത്ത രീതിയിൽ വസ്ത്രമുണ്ടാവും, ഔറത്ത് മറക്കാൻ കഴിയാത്ത രീതിയിൽ വസ്ത്രം ഉണ്ടാവും. ചിലപ്പം ജോലിയൊക്കെ ചെയ്യുമ്പോൾ ട്രൗസർ ഇട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായേക്കാം. ജോലി സന്ദർഭങ്ങളിലൊക്കെ ഇനിയിപ്പോൾ സ്ത്രീ ആയിരുന്നാൽ പോലും മുഖവും മുൻകൈയും ഒഴികെയുള്ളത് മൊത്തത്തിൽ അതേ രീതിയിൽ വീട്ടിൽ നിന്നൊക്കെ ആകുമ്പം മറച്ചു കൊള്ളണമെന്നില്ല. അപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭം ഉണ്ടാവാം. അതിന് പ്രത്യേകിച്ചൊരു സമയമില്ലല്ലോ. നമുക്ക് നടത്തത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യാം. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വുളു, അപ്പോൾ അതിനായി പോയി വുളു എടുക്കേണ്ടതില്ല, അതിനായി പോയി വസ്ത്രം മാറ്റേണ്ടതില്ല, നജിസുണ്ടാകരുത്, അത് ശ്രദ്ധിക്കണം. അതിനായി ഖിബിലയെ അഭിമുഖീകരിക്കണം എന്നുമില്ല. മനസ്സിലായില്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ആ നിന്ന സ്ഥലത്ത് നിന്ന് നേരെ സുജൂദിലേക്ക് പോയി എഴുന്നേറ്റ് പിന്നെ നമ്മൾ ജോലിയിലേക്ക് വ്യാപൃതനാവുകയോ ഖുർആൻ പാരായണം ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഖിബിലയെ അഭിമുഖീകരിച്ചില്ലെങ്കിലും പ്രശ്നമല്ല, പിന്നെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഔറത്ത് മറഞ്ഞില്ലെങ്കിലും പ്രശ്നമല്ല, വുളു ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് സുജൂദ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം നമ്മളോട് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. സുജൂദ് വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും നമുക്ക് പടച്ചവനുമായി കൂടുതൽ അടുക്കാൻ കഴിയുകയും അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കൂടുതൽ കരഗതമാകുകയും ചെയ്യും. മാത്രമല്ല, ഇബിലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ഇബിലീസ്, നമ്മളിത് പാരായണം ചെയ്യുകയും സുജൂദ് ചെയ്യുകയും ചെയ്യുമല്ലോ, ഇബിലീസ് കരയുന്നാണ് പറയുന്നത്. ഇബിലീസിനത് ഇഷ്ടമല്ല, ഇബിലീസിനത് വെറുപ്പാണ്. ഇത് സുജൂദിൻ്റെ ആയത്ത് ഓതുക, ഖുർആൻ പാരായണം ചെയ്യുന്നത് തന്നെ ഇബിലീസിന് വെറുപ്പാണ്. സത്യവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് പോകുന്നതിനെ എതിരെ നിൽക്കുന്നവനാണല്ലോ ഇബിലീസ്. അപ്പോൾ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോൾ ഇബിലീസ് കരയും എന്നാണ് പറയുന്നത്. കരയും, അവൻ്റെ ഉദ്ദേശമെന്തോ അതൊക്കെ പരാജയപ്പെടുകയാണ് എന്നുള്ള രീതിയിൽ. കാരണം അത്രമാത്രം പ്രസക്തമാണ് സുജൂദ് എന്നർത്ഥം. അത് സ്വർഗത്തിലേക്ക് എളുപ്പവഴി ഉണ്ടാക്കിത്തരുന്ന ഒരു ആരാധനാ കർമ്മം കൂടിയാണ്. ഇമാമ് ഉറക്കെ ഓതുന്നത് സുബഹിക്കും മഗ്രിബിനും ഇശാക്കുമാണ്. അപ്പം നമ്മൾ ഖുർആൻ പാരായണം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മഅ്മൂമുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇമാമ് നിസ്കരിക്കുന്നത്, ഒപ്പം തുടരുകയാണല്ലോ. പിന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം ഇത് ആ തിലാവത്തിൻ്റെ സുജൂദാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി നമ്മളും തുടരും. എന്നാൽ ഇമാമ് പതുക്കെ ഓതുന്ന ളുഹർ, അസർ പോലുള്ള നമസ്കാരങ്ങളിൽ ഇതേ സൂറത്ത് ഇമാം ഓതുകയാണെങ്കിൽ അദ്ദേഹത്തിന് സുജൂദിലേക്ക് പ്രവേശിക്കാവുന്നതാണ്, സുജൂദ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ മഅ്മൂമുകൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ, ഒരു തെറ്റ്, ഇത് റുക്കൂയിലേക്ക് പോവേണ്ടത് സുജൂദിലേക്ക് പോയതായിരിക്കുമോ എന്ന് നമ്മൾ സംശയിച്ചിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കും, അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ ചെയ്തു പോയേക്കാം. ചിലപ്പോൾ ഇത് തിലാവത്തിൻ്റെ സുജൂദാണെന്ന് മനസ്സിലാക്കുന്നവരുമുണ്ട്.
അപ്പോൾ അതില്ലാതിരിക്കാൻ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ പിന്തുടരുന്നവർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി 2 കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇമാമിന്. ഒന്ന്, ആ സന്ദർഭം ഞാനിപ്പോൾ ലോഹർ നമസ്കരിക്കുമ്പോൾ ഇന്നാലെന്ന സൂറത്തായിരിക്കും ഓതുക. മിക്കവാറും അതിൽ ഈ ആയത്തും എത്തിപ്പെട്ടേക്കാം. അങ്ങനെയാകുമ്പോൾ ഞാൻ സുജൂദിൽ പോകുന്നതാണ് എന്ന് നമസ്കാരത്തിന് മുമ്പേ തന്നെ ഉണർത്തുക. ഒന്നത്. രണ്ടാമത്തേത്, ആ ആയത്ത് മാത്രം പതുക്കെയാണ് ഓതേണ്ടത്. ആ ആയത്ത് മാത്രം ഇത്തിരി ഒരു ശബ്ദത്തിൽ, നന്നെ ചുരുങ്ങിയത് മഅ്മൂമായി നിൽക്കുന്ന ഒരു 4-5 ആൾക്കെങ്കിലും കേൾക്കാവുന്ന രീതിയിൽ. അപ്പോൾ അവർ പോകുമ്പോൾ മറ്റുള്ളവർ തുടർന്ന് പോകുമല്ലോ, കേൾക്കാവുന്ന രീതിയിൽ അത് മാത്രം ഒന്ന് ഇത്തിരി ഉച്ചത്തിൽ ഓതിക്കൊണ്ട് നിർവഹിക്കാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ആ ഘട്ടങ്ങളിൽ പോലും സുജൂദ് ചെയ്യുക എന്നുള്ളത് മഹത്തരമായ കാര്യമാണ്. അത് ഓതുന്ന ഇമാമ് സുജൂദ് ചെയ്യുകയും അതിനെ തുടർന്ന് മഅ്മൂമുകൾ സുജൂദ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തുല്യത ഇല്ലാത്ത പ്രതിഫലം 2 വിഭാഗത്തിനും ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ സുജൂദ് ചെയ്ത് കളയാം എന്ന രീതിയിൽ നമസ്കാരത്തിൽ ഈ സൂറത്ത് സുജൂദ് ചെയ്യാൻ വേണ്ടി മാത്രമായി തിരഞ്ഞെടുക്കുന്നതോ, ഇനിയല്ല സുജൂദ് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ആ സൂറത്ത് ഓതാൻ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ അത് ആ സൂറത്തിങ്ങനെ ഒരു സൂറത്തിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഈ ആയത്ത് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ മൂപ്പര് അങ്ങ് അവസാനിപ്പിച്ച് കഴിയില്ല, സുജൂദിന് പോകും താല്പര്യമില്ല എന്ന രീതിയിലോ ചെയ്യുന്നത് 2ഉം നല്ലതല്ല. സുജൂദിന്റെ ഘട്ടം എത്തിയാൽ ഓതുന്നുണ്ടെങ്കിൽ അത് സുജൂദിലേക്ക് പോവുക, പിന്നെ അതിനു വേണ്ടി മാത്രമായി ഓതാതിരിക്കുക, അതും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ നമസ്കാരത്തിലൊക്കെ നിർവഹിക്കുന്ന അതേ ദിക്റുകൾ തന്നെയാണ് ചൊല്ലേണ്ടത്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർ ലഹു, അതുപോലെ സുബ്ഹാന റബ്ബിയൽ ആല, ഇത് തന്നെ ചെല്ലാവുന്നതാണ്. ഞാൻ മിക്കവാറും അത് തന്നെ ചെല്ലാറുള്ളത്. എന്നാൽ വേറെയും ഇത് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിലൊന്ന്, സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു, സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വശഖ സമഅഹു വബസ്സറഹു ബിഹൗലിഹി വഖുവ്വതിഹി, ബിഹൗലിഹി വഖുവ്വതിഹി എന്ന് വെച്ചാൽ, ഞാനിതാ സുജൂദ് ചെയ്തിരിക്കുന്നു, സാഷ്ടാംഗം ചെയ്തിരിക്കുന്നു, എൻ്റെ മുഖത്തെ ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു, സാഷ്ടാംഗം ചെയ്തിരിക്കുന്നു. ആർക്കെന്നറിയോ? കണ്ണും കാതും നൽകിയ, അല്ലെങ്കിൽ അത് പ്രയോജനപ്രദമായ രീതിയിൽ എനിക്ക് അനുഗ്രഹമായി നൽകിയ, അതിന് നേരെയുള്ള അർത്ഥം കണ്ണും കാതും കീറിയ എന്നാണ്. കീറിയ എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനത്തിന്റെ അവസ്ഥയിലേക്ക് അത് എത്തിച്ചു എന്നാണ് അതിനർത്ഥം. പ്രവർത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് കാഴ്ച ഉണ്ട്, കാണാൻ കഴിയുന്നുണ്ട്, കേൾവിയുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് കണ്ണും കാതും കീറിത്തന്ന ഏതൊരു സൃഷ്ടാവാണോ അവനിതാ ഞാനെൻ്റെ മുഖം സുജൂദ് ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി, അതൊരു പ്രാർത്ഥനയാണ്. പിന്നെ നമ്മൾ സുബ്ഹാന റബ്ബിക്കൽ ആല എന്നും സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർ ലഹു എന്നും അല്ലാഹുമ്മ ഗഫിർലി എന്നും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതാണ് തിലാവത്തിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ഇനിയും വേറെ 1-2 പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇത് ഏതാണ്ട് മനസ്സിലായില്ലേ? സുജൂദിന്റെ കാര്യം ഏതാണ്ട് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു.